ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ലൈഫ് ജാക്കറ്റ് പോലും നൽകിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് രാജേഷ് കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ടിരുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അവിടെ പൊതുദർശനത്തിൻ്റെ ഭാഗമായി ഉള്ള സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ. വലിയൊരു അപകടമായിരുന്നു കണ്ണൂരിൽ ഉണ്ടായിരുന്നത്. കാരണം അവിടെ വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ തരത്തിൽ ഒഴുക്ക് പുഴയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ രക്ഷാപ്രവർത്തനത്തിനായി തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ സംഘത്തിൻ്റെ നേതൃത്വം വഹിച്ച ആൾ കൂടിയായിരുന്നു രാജേഷ്. ആ ഘട്ടത്തിൽ രാജേഷ് അവസാന നിമിഷവും രക്ഷാപ്രവർത്തനത്തിനായി തൻ്റെ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഏറ്റവും ഒടുവിൽ തനിക്കുണ്ടായിരുന്ന സ്വന്തം ലൈഫ് ജാക്കറ്റ് ആ ആൾക്ക് വേണ്ടി ഊരി നൽകുകയും ചെയ്തു. സൻസ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സൻസ, മുഖ്യമന്ത്രി അവിടെ എത്തി ആ മൃതദേഹം കണ്ടു. അതിനുശേഷം ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ പോവുകയാണ് എന്ന് കരുതി. വളരെ കരളലിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മക്കൾ ആ മൃതദേഹം കാണാൻ വന്നപ്പോഴുള്ള മുഖ്യമന്ത്രി ബന്ധുക്കളെയും ഭാര്യയെയും മക്കളെയും 2 മക്കളാണുള്ളത്. 8ലും 9ലും പഠിക്കുന്ന 2 മക്കളാണുള്ളത്. അതിലൊരാളുടെ കൈ പൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ആ വീട്ടിലേക്ക് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീങ്ങുന്ന കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പൊതുദർശനം ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. മൃതദേഹം ഇനി സംസ്കാരത്തിലേക്ക് എടുക്കാനുള്ള സാധ്യതയാണുള്ളത്. 4 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് രാജേഷിന്റെ മൃതദേഹം ലഭിച്ചത്. 5ാം ദിനമാണ് രാജേഷ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. സാഹസികതയെ ഒരു ഹരമായി കണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഓരോ പ്രാവശ്യവും സ്വന്തം ജീവൻ പണയം വെച്ചാണെങ്കിലും മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന ദൗത്യത്തോടെയായിരുന്നു ഈ രക്ഷാപ്രവർത്തകനായിട്ടുള്ള രാജേഷിന്റെ ജീവിതം മുഴുവൻ. നേരത്തെ അച്ഛൻ നമ്മളോട് സംസാരിക്കുമ്പോഴും ആ വാക്കുകളിൽ നിന്ന് നമുക്ക് രാജേഷിന് ഈ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ കൂടിയെത്താനുമുള്ള താല്പര്യത്തെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ മറ്റൊരാളുടെ ബെന്നി കർഷകൻ ഈ ഉരുൾപൊട്ടിയതറിഞ്ഞ് തന്റെ കാർഷിക മേഖലയിലേക്ക് പോയ കർഷകൻ ബെന്നി കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുമ്പോഴാണ് അവിടത്തേക്ക് രാജേഷ് എത്തുന്നത്. അവസാനം ആ കയർ പിടിച്ചത് രാജേഷ് ആയിരുന്നു. തന്റെ ലൈഫ് ജാക്കറ്റ് അടക്കം ഊരിക്കൊടുത്ത് ആ കർഷകന്റെ ജീവൻ രക്ഷിച്ച് ആണ് രാജേഷിന്റെ മടക്കം എന്ന് പറയാം. അത്രയും വേദനാജനകമായ കാഴ്ച. ഈ ഒരു സമയത്ത് എല്ലാ തരത്തിലുള്ള കേരളത്തിന്റെ എല്ലാതരം ആദരവോടുകൂടി ഔദ്യോഗികമായിട്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ എന്ന് തന്നെ പറയാം. കേരളം അത്രയും ആദരം അർപ്പിച്ചുകൊണ്ടാണ് രാജേഷിനെ മടക്കി അയക്കുന്നത്. കൂടാതെ തന്നെ രാജേഷിന്റെ വീടിന്റെ മുറ്റത്ത് ഈ ഒരു മൃതദേഹം വെക്കാൻ കഴിയില്ല. അത്രയും സ്ഥലമില്ല. അത്രയും പരിതാപകരമാണ് അവസ്ഥ എന്ന് തന്നെ പറയാം. പക്ഷേ സർക്കാർ വീട് വെച്ച് നൽകുമെന്നൊരു പ്രഖ്യാപനമുണ്ടായി. വളരെ ആശ്വാസം വളരെ ആശ്വാസം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആശ്വാസം എന്ന് തന്നെ പറയാം. അത്തരത്തിൽ കേരളം രാജേഷിന്റെ കുടുംബത്തെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച, അത് ആശ്വാസകരമാണ്. രാജേഷിന്റെ അച്ഛൻ സംസാരിക്കുമ്പോൾ രാജേഷിനെ ഈ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിലും ജീവൻ രക്ഷിക്കുന്നതിലുമുള്ള താല്പര്യമാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഈ അവസാന നിമിഷവും നമ്മൾ കണ്ടത്. കണ്ണൂരിൽ തേജസ്വിനി പുഴയിൽ അവസാനം രാജേഷിന്റെ മൃതദേഹം കണ്ടെടുക്കും വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. കർണാടകയുടെ ഉൾവനത്തിൽ എവിടെയെങ്കിലും രാജേഷ് ഉണ്ടാകുമെന്ന്. കാരണം അത്രയും സാഹസികമായി നീന്താൻ പറ്റുന്ന ഒരാളായിരുന്നു. പക്ഷേ എവിടെയോ രാജേഷിന്റെ കാൽ ഉളുക്കി, എവിടെയോ തലയിടിച്ചു, എവിടെയോ ഒരു പിഴവ് പറ്റി. അതുകൊണ്ടാണ് നമുക്ക് വളരെ 2018 ദുരന്ത സമയത്തും പ്രളയ സമയത്തും അതുപോലെ തന്നെ വയനാട്ടിൽ ദുരന്തമുണ്ടായിരുന്ന സമയത്തും ഓടി നടന്ന് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ രാജേഷിനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഒരു പിഴവ് ഉണ്ടായില്ലെങ്കിൽ. അത്തരത്തിൽ കേരളം വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജേഷിന്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം നേമത്തെ വീട്ടുവളപ്പിലാണ് രാജേഷിന്റെ സംസ്കാരം നടക്കുക. ഇപ്പോൾ ഏകദേശം തന്നെ ആ പൊതുദർശനം പൂർത്തിയാകുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു.